സുപ്രീം കോടതി നിർണായകമായ വാദം കേൾക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ സുപ്രീം കോടതിയിൽ ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാസർഗോഡ് EVM-ൽ അട്ടിമറി ഉണ്ടായി എന്ന പ്രചരണം ഉണ്ടാവുന്നത്. പല വോട്ടുകൾ നടന്നു, 4 മെഷീനുകളിൽ കുഴപ്പമുണ്ടായിരുന്നു, ചെയ്യാത്ത താമരയ്ക്ക് വോട്ട് കിട്ടി, ഒരു വോട്ട് ചെയ്തപ്പോൾ 2 വോട്ട് കിട്ടി എന്നൊക്കെ പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ആർക്കും അറിയില്ല. ജില്ലാ കളക്ടർ, അത് BJP കാരനൊന്നും അല്ലല്ലോ, ജില്ലാ കളക്ടറാണ് വരണാധികാരി, അദ്ദേഹം അത് നിഷേധിക്കുന്നു. ഈ സംഭവം ഇന്നലെ ഉണ്ടാവുന്നു. ഇന്നലെ ഉണ്ടാവുമ്പോൾ തന്നെ മനോരമയുടെ ഓൺലൈനിൽ വാർത്ത വരുന്നു. മനോരമയുടെ ഓൺലൈനിലെ വാർത്ത അപ്പോൾ തന്നെ ഇന്നലെ സുപ്രീം കോടതിയിൽ എത്തുന്നു. പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം പരിഗണനയ്ക്ക് എടുക്കുന്നു. ഓർക്കണം, ഒരു സംഭവം ഉണ്ടാവുന്നു, വാർത്ത വരുമ്പോൾ തന്നെ, ഓൺലൈൻ വാർത്ത വരുമ്പോൾ തന്നെ അന്ന് തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ബോധപൂർവ്വം ഈ കേസിന്റെ അന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. സുപ്രീം കോടതി ഗൗരവമായി എടുത്തു. അത് നിങ്ങൾ അതിന് മാറ്റം വരുത്തണം, തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മോക്ക് പോൾ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ചില കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ എല്ലാത്തിനെയും ഇങ്ങനെ സംശയത്തോടെ കാണുന്നത് എന്തിനാണ്? എല്ലാത്തിനും നന്മവശങ്ങൾ കൂടി കണ്ടുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചു.